വരൂ വരൂ സാറേ, ഇന്ന് എന്റെ കയ്യിൽ ഒരു നല്ല സാധനമുണ്ട്. അത് വേറെ ഒരു കടയിൽ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല. സാറേ, ഈ മാല മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിറങ്ങിയതാ. ഈ മാല കുട്ടിയുടെ കഴുത്തിലിട്ടാലേ കുട്ടി എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ഈ മോണിറ്ററിലൂടെ അത് കാണാൻ പറ്റും. വേണമെങ്കിൽ നോക്കിയോ നോക്കിയോ. ഇത് നല്ല അടിപൊളി സാധനമാണല്ലോ. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. മോനെ ചിണ്ടുകുട്ട, ഇതൊന്ന് നോക്കിയേ. മോനെ ആ ഭാഗത്തേക്ക് നോക്ക്. ഇത് കൊള്ളാലോ. ലൈവ് റെക്കോർഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. ചിന്തു മോനെ, ആ ഭാഗത്തേക്ക് തന്നെ നോക്ക്. ആ കള്ളന്മാരെ റെക്കോർഡിംഗ് ചെയ്തിട്ട് പോലീസുമാരോട് ഏൽപ്പിക്കണം. എന്റെ അമ്മോ, ആ ഗുണ്ടകളെ റെക്കോർഡ് ചെയ്യല്ലേ. ആരാണ് റെക്കോർഡിംഗ് ചെയ്തത്? ഞാനല്ല അങ്ങനെയൊന്നും ചെയ്തത്. ഒരു കൊച്ചിനെയും കൊണ്ട് ഓടുന്നില്ലേ, അവനാ അങ്ങനെ ചെയ്തത്. അവന്റെ കുട്ടിയുടെ കഴുത്തിൽ ക്യാമറയുള്ള ഒരു മാലയുണ്ട്. അവനാണ് അതിന് പൈസയും തന്നിട്ടില്ല. പോലീസ്, ഒന്ന് വേഗം വേദ സിറ്റി ബാങ്കിലേക്ക് വരൂ. ഇവിടെ മോഷണം നടന്നിരിക്കുകയാണ്. ആ ഗുണ്ടകൾ എന്റെ പുറകെ വരിക. പ്ലീസ്, എന്റെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൂ. ഗുണ്ടകൾ എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് സർ. അയാളുടെ കയ്യിലുള്ള കുട്ടിയെ കണ്ടില്ലേ? ആ കുട്ടീന്റെ കഴുത്തിലാണ് ലോക്കറ്റ് ഉള്ളത്. നമുക്ക് ആ കുട്ടിയെ പിടിക്കണം. രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരെങ്കിലും കുട്ടിയെ രക്ഷിക്കണേ. അങ്കിൾ, മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ല. ഈ ബണ്ടി ഓരോരുത്തന്റെ എല്ലൂരിയവനാണ്. നീ ഒരു പൊടിത്താച്ചി കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഓടിക്കോ ഓടിക്കോ. ലഡ്ഡു സിംഗ് വന്നു. ആരെന്നെ ഫോണിൽ വിളിച്ചത്? പറഞ്ഞോ, എന്താ ഇവിടെ സംഭവിച്ചത്? ആരെങ്കിലും മോഷണം നടത്തിയോ? അതോ ഈ മാർക്കറ്റിൽ ആരെങ്കിലും തല്ലുണ്ടാക്കിയോ? ലഡ്ഡു സിംഗ് സർ, കുറച്ച് ഗുണ്ടകൾ വന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. സാറേ, ഒരാള് ഓടിക്കതിച്ചു വന്നു. എന്നിട്ട് ഈ കുട്ടിയെ എന്റെ കയ്യിൽ തന്ന അയാൾ ഓടിപ്പോയി സാറേ. എന്നിട്ട് അയാളെ ഗുണ്ടകൾ പിടിച്ച് വണ്ടിയിലിട്ട് പോയി സാറേ. എന്നിട്ട് ആ ഗുണ്ടകൾ തിരിച്ചു വന്ന് കുട്ടീനെ പിടിക്കാൻ നോക്കി സാറേ. ഈ ശിവയാണ് രക്ഷിച്ചത്. താങ്ക് യു ശിവ. ഞാൻ ചെയ്യേണ്ടതാണ് ഇപ്പൊ നീ ചെയ്തത്. ലഡ്ഡു സിംഗിന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ഇനി ലോകം കാണും. ഞാൻ ഈ കൊച്ചിന്റെ അച്ഛനെ അന്വേഷിച്ച് ഇവനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ സ്വസ്ഥമായിട്ട് ഞാൻ എവിടെ ഇരിക്കില്ല. ഒരു തരി ആഹാരം കഴിക്കില്ല, പച്ച വെള്ളം പോലും കുടിക്കില്ല. സാറേ, ഇതല്പം കൂടിപ്പോയോന്ന് എനിക്കൊരു സംശയം. ഈ നിമിഷം തൊട്ട് ഈ കൊച്ച് എന്റെ കൺട്രോളിൽ തന്നെ ഉണ്ടായിരിക്കും. ഇവന്റെ അച്ഛനെ എന്റെ കൺമുമ്പിൽ കാണുന്നത് വരെ. ഓക്കെ ലഡ്ഡു സിംഗ് സർ, എന്നാ ഞങ്ങൾ പോവാണ്. എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വന്നാൽ ഉടനെ എന്നെ വിളിച്ചേക്കണം. ക്യാമറ കൊള്ളാല്, ലൈവ് ടെലികാസ്റ്റ് ആണല്ലേ.
വെരി ഗുഡ്. എന്നെ വിട്ടേക്ക്. ലഡ്ഡു സിംഗ് വന്നു കഴിഞ്ഞാ പിന്നെ നിങ്ങൾ എല്ലാരും ആപ്പിലാകും. നോക്കിക്കോ. ഒരു കുഞ്ഞു കുട്ടി ക്യാമറയെ കുറിച്ച് ലഡ്ഡു സിംഗിന്റെ അടുത്തൊന്നും പറയില്ലല്ലേ? ലഡ്ഡു സിംഗിനും ക്യാമറയെ കുറിച്ചൊന്നും അറിയില്ല. അതുവരെ നമുക്കും കുഴപ്പമില്ലല്ലോ. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ആ മാലയിലുള്ള ക്യാമറ എങ്ങനെ എടുക്കാമെന്നാണ്. ആ കൊച്ചുകുട്ടിയെ ആരാണ് ലഡ്ഡു സിംഗിന്റെ അടുത്ത് കൊണ്ടുപോയി എത്തിച്ചത്? എന്റെ ബോസേ, അവിടെ വേറൊരു കുട്ടി വന്നു കേട്ടാ. ഒരു 9 വയസ്സ് കാണും അവന്. അവന്റെ ഇടി കൊണ്ട് വയറൊക്കെ കലങ്ങി ഇടിച്ചിടിച്ച് പണ്ടാരം അടക്കിയവൻ. കാല് പൊക്കിയല്ലേ അവന്റെ ഓരോ ഐഡിയും. അതൊക്കെ മേടിച്ചോണ്ടാ ഞങ്ങൾ ഇവിടെ വന്ന് നിക്കുന്നത് ബോസേ. എന്ത് കുട്ടിയുടെ തല്ലും മേടിച്ച് വന്നേക്കുന്നു? കണ്ടെയ്നർ ബായുടെ പേര് നാണം കെടുത്തി. എന്തായാലും നമുക്ക് ദേഷ്യം വരൂല. അഥവാ വന്നാലേ അത് പെട്ടെന്ന് പോവൂലട്ടാ. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു കൊണ്ടുവരാൻ നോക്കിനടാ. വേഗം. പൊന്നു മോനെ, നീ ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് TV കാണ്. ഞാൻ അപ്പളേക്കൊന്ന് കുളിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നിനക്ക് ഞാൻ സ്വാദുള്ള ആഹാരം ഉണ്ടാക്കി തരാം. ഏയ് ഇൻസ്പെക്ടർ, ചുവന്ന ടവലും കെട്ടി നിക്കുവാണല്ലേ? വേറെ ഒരു കളറും തനിക്ക് കിട്ടിയില്ലേടോ? നിങ്ങൾ ആരാണ് ചേട്ടാ? എവിടെ ഉള്ളത്? എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടോടോ, തന്റെ അടുത്ത് തന്നെ. നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് കാണാം. തനിക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ആ മലയടിവാരത്ത് കൊച്ചിനെയും കൊണ്ട് വരാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ ഇടിച്ച ആ ചുവന്ന ടവലി പൊതിയും കേട്ടാ. ചേട്ടായി, നിങ്ങൾ ആരാ? ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അവൻ ആരാണെങ്കിലും ശരി, അവനെങ്ങനെ മനസ്സിലായത് ഞാൻ ചുവന്ന ടവല കെട്ടിയിരിക്കുന്നെന്ന്? ഒന്നു മോനെ, നിനക്ക് ഞാൻ ഇപ്പൊ നല്ലൊരു കഥ പറഞ്ഞ് കേൾപ്പിക്കാം. എന്നിട്ട് നല്ല കുട്ടിയായി കിടന്ന് ഉറങ്ങിക്കോളണം. ശരി 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 നിനക്ക് ഞാൻ നല്ലൊരു പോയം കേൾപ്പിച്ചു തരാം. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ. പിന്നെന്താണ്? ഓർമ്മ വരുന്നില്ല. എന്താണെന്നേ? അതിനുശേഷം ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശിവ, ശിവ, ഏതൊരു കള്ളൻ എന്റെ വീട്ടകത്ത് കേറിയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവൻ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോ വല്ല ഭൂതമായിരിക്കോ? ശിവ, നീ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വന്നേ. അല്ലെങ്കിൽ വേണ്ട 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 വേണ്ട, നീ വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശിവ, 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 നീ അല്പനേരം ഈ കൊച്ചിനെ നിന്റെ അടുത്ത് വെക്ക്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവൻ പെട്ടെന്ന് കണ്ടുപിടിക്കണ്ടേ. എനിക്ക് തോന്നുന്നു അതൊരു ഭൂതമാണെന്ന്. എന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. ഞാൻ ഈ കൊച്ചിനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന്. അല്ലെങ്കിൽ അവൻ എന്നെ ഇടിച്ച് എന്റെ മോന്തറ ഷേപ്പ് മാറ്റുമെന്ന്. ഓക്കെ ശിവ, ടേക്ക് കെയർ. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലേ. ബൈ. അല്ലേ ലഡ്ഡു സിംഗ് സാർ എന്ന് എത്രക്ക് പേടിക്കുന്നത്? പുള്ളിക്ക് അറിയാലോ ഭൂതങ്ങളൊന്നും ഇല്ലാന്ന്. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ഏലിയൻസ് ഉണ്ടാകുമല്ലോ. ചിലപ്പോ ഈ കുട്ടി ഏലിയൻ വല്ലതാണെങ്കിലോ? ഇത് ഏലിയനും അല്ല ഭൂതവും അല്ല. ആ ദുഷ്ടന്മാർക്ക് ഈ കുട്ടിനെയാണ് ആവശ്യം. എന്താ കാരണം നമ്മൾ അന്വേഷിക്കണം. അവർക്ക് എല്ലാ കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ കുട്ടി എവിടെയാണെന്നുള്ള കാര്യം പോലും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. റെവ, നീ ഈ കുട്ടീനെ കൊണ്ട് പാർക്കിലേക്ക് പോ. ഞാൻ ദൂരെ നിന്ന് എല്ലാം ശ്രദ്ധിച്ചോളാം. ആരെങ്കിലും ചിലപ്പോ ഇവനെ കൊണ്ടുപോകാൻ വന്നാലോ? ഓക്കെ ശിവ. വേഗത്തിൽ ഓടിക്ക്, അല്ലെങ്കിൽ തള്ളി കിട്ടും. വേഗത്തിൽ ഓടിക്കുന്ന പറഞ്ഞ്. ഇവൻ ചെറുക്കനാണോ അല്ല സൂപ്പർ ഹീറോ ആണോ? ഇവൻ സൈക്കിളും കൂടി പറപ്പിക്കുന്നു.